കാവിക്കൊടി വിവാദത്തെ തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചതിന് പിന്നാലെ പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നേരിട്ട് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഉത്സവത്തിന് ഏതാനും ദിവസം മാത്രം ശേഷിക്കെ ദേവസ്വം ബോർഡിന്റെ നടപടി ഉത്സവ നടത്തിപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഭക്തർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓമല്ലൂരിൽ നാമജപ ഘോഷയാത്ര നടത്തും. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം മെയ് 8-നാണ് തുടങ്ങുന്നത്. 7 കരകളുടെ നേതൃത്വത്തിലാണ് ഉത്സവ നടത്തിപ്പ്. എന്നാൽ ക്ഷേത്രത്തിൽ കാവിക്കൊടി കിട്ടിയെന്നാരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ക്ഷേത്ര ഉത്സവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്താൻ തീരുമാനിച്ചത്. ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചത് ഉത്സവ നടത്തിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഭക്തർ. തിരു ഉത്സവം അലങ്കോലപ്പെടുത്തുവാൻ CPM-ന്റെ ഭാഗത്തുനിന്ന് സംഘടിതമായ ഒരു ശ്രമമാണ് നടക്കുന്നത്. ഈ വർഷം ഉപദേശക സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ അവർ വളരെ പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ മാസം 8-ാം തീയതി പത്രവാർത്തയിൽ കൂടി ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടതായി ഒരു വാർത്ത കാണുകയുണ്ടായി. അതിനുശേഷം 16-ാം തീയതി ഉപദേശക സമിതിയെ മരവിപ്പിച്ചതായും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാർത്ത കാണുകയുണ്ടായി. ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉത്സവം എങ്ങനെ നടത്തും എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലോ പരിസരം വൃത്തിയാക്കുന്നതിലോ പോലും ശ്രദ്ധ ചെലുത്താതെയാണ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് ഭക്തരുടെ ആരോപണം. വിഷയത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഓമല്ലൂരിൽ നാമജപ ഘോഷയാത്രയും ഭക്തജന സംഗമവും നടത്തും. അമൃത ന്യൂസ്, പത്തനംതിട്ട.